ഹാവ് യു ഗോൺ മാഡ്? എന്തൊക്കെയാ ഇയാൾ കാണിക്കുന്നേ? നിങ്ങളെ പോലെ എനിക്കുണ്ട് ചില പേഴ്സണൽ റീസൺസ്. എന്താണ്ട് കാണിക്കണ? കണ്ണു വല്ലാണ്ട് കൊഴിഞ്ഞിട്ടുണ്ടോന്നൊരു സംശയം. ആ പണിയൊക്കെ ഒന്ന് കുറച്ചാ മതി. അല്ലല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഗ്രേസി ആന്റിയുടെ അടുത്ത് എന്തുകൊണ്ടാണ് പറയാറ്? വേളാങ്കണ്ണി പള്ളി പോണെന്ന് പറയും. വേളാങ്കണ്ണി പള്ളി? ആ, അപ്പൊ നിങ്ങ വേളാങ്കണ്ണി പള്ളി പോണെന്നും പറഞ്ഞ് 10 പ്രാവശ്യം പോയത് ഇതിനായിരുന്നല്ലേ? ഞാൻ പണ്ടക്കട്ട ഭക്തനല്ലടാ. ഭക്തനാ ഭയങ്കര. എനിക്ക് അതോർത്തിട്ടല്ലേ പേടി. നമ്മൾ ഇത്രയും ദൂരം വന്നത് നിനക്ക് മുട്ടിയിട്ടില്ല പോകുന്നത്. സോമനുള്ള അല്ല നീ എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഞാനാ മലയാറ്റൂർ പള്ളി പോണെന്നും പറഞ്ഞു. ഈ കുരിശുകളൊക്കെ ചുമക്കണമല്ല. ദീപന്മാരെടുന്ന് ഉറങ്ങണോക്കി മനുഷ്യനോട് ഇരിക്കപ്പെടുന്നില്ല. ഒരു പട്ടിത്തീട്ടങ്ങള്. എന്തൊരു സമയാടത്, നാട്ടിൽ കിട്ടാൻ സാധനം വല്ലത്. മതിയടാ കണ്ണി കണ്ട പാടത്ത് കളിച്ചിരുന്നവരൊക്കെ പിടിച്ചിട്ടേ സ്റ്റേഡിയത്തിൽ കളിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. നീ നമ്മുടെ അരപ്പെട്ടകെട്ടി ഗ്രാമത്തിൽ പടം കണ്ടോ? അതേപോലത്തെ ഒരു സ്പോട്ടിലേക്കാണ് നമ്മ ഇപ്പൊ പോണത്. നല്ല പാടത്തിന്റെ നടുക്ക് ഒരു പടുകൂറ്റം ബ്ലങ്കാവും. അതിൽ കുറെ പേട ചിക്സ് അല്ല പേട ചിക്സ്. തിന്നണ സാധനടാ അതൊക്കെ ശരി. നിങ്ങൾ ഒറ്റത്തിന് വിശ്വസിച്ചാണ് ഞാൻ ഈ പണിക്കിറങ്ങിയത്. അവസാനം ഈ പറഞ്ഞ പാടത്തെ കൂടെ തുണിലാണ്ട് പോകേണ്ട അവസ്ഥ ഞാനല്ലോ. ഞാൻ പിന്നെ തുണിലാണ്ടോടനും ഒരു ഫസ്റ്റ് ടൈം ഉണ്ടല്ലോ. എടാ ഈ തോക്കുണ്ടേം വെടിയേക്ക് എൽദോ കാണാൻ തുടങ്ങിയിട്ട് കുറെ നാളായി കേട്ടാ. ഏതവനടാ നമ്മളക്കളെ മുട്ടിക്കണ? ഏതവനടാ വെറുപ്പിക്കലാണല്ലോ. എന്താണ് കാണിക്കുന്നത്? മാരി പൊട്ടിക്കാനൊന്നുമില്ലടാ. തോക്ക് കാണിച്ചേക്ക. ഇത് കറക്റ്റ് കൊണ്ടിരുന്നല്ലേ? ഒറ്റക്ക് തിന്നാൻ കൊണ്ടുവന്നടാ. ഇങ്ങനെ മൂന്ന് പേര് ഒരുമിച്ച് കത്തിക്കല്ലേ? അതൊക്കെ ഒരു കഥയാണ്. പിന്നെ പറഞ്ഞാലേ ഇപ്പൊ കത്തിക്ക് ശല്യം ഒരു സീറ്റ് വിളിച്ച് സമ്മതിക്കൂലേ? അതായത് ഈ 1-ാം ലോക മഹായുദ്ധത്തിനിടയിൽ 3 പട്ടാളക്കാരിങ്ങനെ ഒരുമിച്ച് സീറ്റ് കത്തിച്ചായിരുന്നു. അപ്പൊ നീ ഒന്ന് കത്തിച്ചിട്ട് പറയാം, ഒരു ഫീൽ വരട്ടെ. ആദ്യത്തെ സീറ്റ് എത്തിച്ചപ്പ അവർ ലോഡ് ചെയ്തു. രണ്ടാം സീറ്റ് എത്തിച്ചപ്പോ അവരെയും ചെയ്തു. മൂന്നാം സീറ്റ് എത്തിച്ചപ്പോ അവര് ഓഹോ, അപ്പൊ നിങ്ങൾ പെണ്ണ് തന്നെ ആണല്ലേ?
സിനിമയൊക്കെ തീർന്നില്ല ഇത് ഉണ്ട ഇല്ലണ്ണേ അയ്യോ